ഹേ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ ഗുഡ് മണിയുടെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ്. കാലത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. നല്ല എഴുന്നേറ്റ് വിട്ടാൽ എഴുന്നേറ്റ് പറഞ്ഞ ക്യാമറ കണ്ട് അത് നോക്കി ഇരിക്കേണ്ടിന്ന് കുറച്ച് നേരം കിടി പോയ പോലെ. ലേറ്റായി കിടക്കണോണ്ട് കേട്ടോ ഇത്രയും നല്ലോണം നേരം വീട്ടാൻ എഴുന്നേൽക്കുക. അവൻ ഒരു 9 മണി 10 മണി ചില ദിവസം 10:30 വരെ പോയിട്ടുണ്ട്. വിളിച്ചാലും എഴുന്നേൽക്കില്ല. അതൊക്കെ കഴിഞ്ഞൊന്ന് ഉഷാറാക്കിയിട്ട് വേണം ബെഡിൽ നിന്ന് ഇറക്കണമെങ്കിൽ കുരിശ് വരച്ചിട്ട് ഇറക്കി പ്രാർത്ഥിപ്പിച്ചിട്ട് ഇറക്കും. ബെഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ റില പോയാൽ പോലെ എവിടെയും പോയി വീഴാറുണ്ട്. ക്യാമറ നോക്കി കുറേ നേരം ഇരിക്കേണ്ടിയിരുന്നു കേട്ടോ. അത് ഞാൻ ബ്രഷ് ചെയ്യണത്. ബ്രഷ് ചെയ്യൽ കുഴപ്പമില്ല, ചില സമയത്ത് മൂഡ് അനുസരിച്ചിരിക്കും. ഇന്ന് ഈ ചിരിച്ചായിട്ട് നിൽക്കണ പോലെ ഒന്നല്ല, ബ്രഷ് ചെയ്യാൻ സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവന് ഫുഡ് കൊടുക്കാൻ നിന്നു. ലേറ്റ് ആയിട്ടുണ്ട്. കൂളിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയായിരുന്നു. ഉപ്മാവ് വേണ്ട പറഞ്ഞത് തള്ളി മാറ്റിണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവന് ഓട്സ് കുറച്ചുണ്ടായിരുന്നു, അത് കൊടുത്തു. അത് തന്നെ ഇരുന്ന് കഴിക്കും കേട്ടോ. അതിരുന്ന് തന്നെ ഇരുന്ന് കഴിക്കണമായിരുന്നു. കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിക്കലൊക്കെ കുഴപ്പമില്ലാണ്ട് ആൾ ഇരുന്ന് തരും. തല നനയ്ക്കാൻ മാത്രമേ പേടിയുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. കുളി കഴിഞ്ഞ് നേരെ ഫ്രിഡ്ജ് പോയി നോക്കണ്ടായിരുന്നു മിഠായി വന്നിട്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് ലോഷനൊക്കെ തേപ്പിച്ച് പിന്നെ അവൻ്റെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു 12 മണിയൊക്കെ വരെ അവിടെ നടന്ന് കളിച്ചോളും. 11 മണിയാകുമ്പോൾ ഇടയിൽ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ കാറുമൊക്കെ റിപ്പയറിങ് ആണ് കൂടുതലും. പിന്നെ ഞാൻ എൻ്റെ പണികൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ. പിന്നെ ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഓർഡർ അനുസരിച്ച് ഇടാൻ പഠിച്ചു തുടങ്ങിയിട്ടാ. ബ്ലൂ പിങ്ക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എറിയലാണ് സഹിക്കാൻ പറ്റാത്ത, എന്ത് കിട്ടിയാലും എടുത്ത് എറിയും. പിന്നെ കുടുംബയുടെ മോർണിംഗ് റൊട്ടീൻ ഇതാട്ടോ. ഫുഡ് അടിയൊക്കെ കണക്കാണ്.